ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്കായി ഓപ്പറേഷൻ സാഗർ ബന്ധുവുമായി ഭാരതം. ഓപ്പറേഷന്റെ ഭാഗമായി ശ്രീലങ്കയിലെ പ്രളയത്തിൽ കുടുങ്ങിയ 237 മലയാളികളെ കേരളത്തിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് സംഘം കൊളംബോയിൽ നിന്ന് എത്തിയത്. ശ്രീലങ്കയിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഭാരത വ്യോമസേന തുടരുകയാണ്. MS വീണ ചേരുന്നു. വീണ, ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ദുരിതമാണ് ശ്രീലങ്ക അനുഭവിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സാഗർ ബന്ധുവുമായി ഭാരതം മുന്നോട്ട് നീങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ കുടുങ്ങിയ മലയാളികളെ കേരളത്തിലെത്തിച്ചു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, കൃത്യമായി വലിയൊരു സഹായ ഹസ്തമാണ് ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് ശ്രീലങ്കയ്ക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. അത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് ശ്രീലങ്കയ്ക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ, അതായത് സാധാരണ ഇന്ത്യ ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ശ്രീലങ്കയിൽ ഇത്തരത്തിൽ ഡിറ്റാവ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ ദുരിതത്തിലായവരെ അവർക്ക് അവിടെ സഹായഹസ്തം എത്തിക്കുകയും തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഇന്ത്യക്കാരായിട്ടും മലയാളികളുമായിട്ടുള്ള നിരവധി പേരാണ് ശ്രീലങ്കയിൽ കുടുങ്ങിപ്പോയത്. അവരെ രക്ഷിക്കുന്നതിന് അടക്കമുള്ള രക്ഷാദൗത്യം ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ നടന്നത്. ആ ദൗത്യത്തിൽ 335 പേരെയാണ്, ഇന്ത്യക്കാരെയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതിൽ 227ഓളം പേർ മലയാളികളാണ്. അവരെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. വ്യോമസേനയുടെ ഇടപെടൽ വളരെ അഭിനന്ദനാർഹമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവിടെ ദുരിതത്തിലായ പലയിടങ്ങളിലും, അതായത് ശ്രീലങ്കൻ ദ്വീപുകളിലടക്കം ഒറ്റപ്പെട്ടു പോയ നിരവധി മനുഷ്യർക്ക് കൈത്താങ്ങാകുവാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചു. ഒപ്പം ഇന്ത്യക്കാരെ മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾക്കുള്ള സഹായഹസ്തം എത്തിക്കുവാനും അവിടുത്തെ സൈനികരെ അടക്കം, ഒറ്റപ്പെട്ടു പോയ സൈനിക അവസ്ഥരെ അടക്കം രക്ഷിക്കുവാനുള്ള രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ മറ്റ് ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുമായിട്ടുള്ള, അതായത് ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആപത്ത് ഘട്ടത്തിൽ തന്നെയാണ് ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ വലിയൊരു സഹായം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നിരവധി പേരെ അവിടെ നിന്ന് രക്ഷിക്കുവാനും ജീവൻ നഷ്ടപ്പെട്ടവരെയും ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനും വ്യോമസേനയുടെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയവരാണ് ഈ 237 പേർ. അവരെയാണിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 2 വ്യോമസേന പ്രത്യേക വിമാനങ്ങളിലായിട്ട് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് അടക്കം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നോർക്കയുടെ കീഴിൽ. അതുമായി ബന്ധപ്പെട്ട് അത്തരം ആ നമ്പറുകളും അടക്കം ലഭ്യമാണ്. ഇത്തരത്തിൽ സഹായഹസ്തം ആവശ്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ, അതായത് ബന്ധുക്കളോ സുഹൃത്തുക്കൾ അവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വിവരം ലഭിക്കുകയാണ്. കൃത്യമായി വിവരം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ നടന്നതും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. രോഹിണി, ശരി, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.